കാർഷിക വാർത്തകൾ. തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം കുരുമുളക് വിലയിൽ നേരിയ ഇടിവ്. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ കുരുമുളകിന് മുന്നേറ്റം. നിരക്കുയരാതെ റബ്ബർ, ഏലക്ക ഉൽപ്പാദനത്തിൽ ഇടിവ്. വിലയിൽ മാറ്റമില്ലാതെ നാളികേര ഉൽപ്പന്നങ്ങൾ. കുരുമുളക് തുടർച്ചയായ കുതിപ്പിന് ശേഷം അല്പം തളർന്നു. ഉൽപ്പന്നവില 2 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞെങ്കിലും ചരക്കിറക്കാൻ സ്റ്റോക്കിസ്റ്റുകളും വൻകിട കർഷകരും താൽപ്പര്യം കാണിച്ചില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 65,800 രൂപയായി താഴ്ന്ന് വ്യാപാരം നടന്നു. അതേസമയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുരുമുളക് മികവ് നിലനിർത്തി. മുഖ്യ കയറ്റുമതി രാജ്യമായ വിയറ്റ്നാമിൽ ഉൽപ്പന്നക്ഷാമം രൂക്ഷമായതോടെ വാങ്ങലുകാർ 6 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വില വാഗ്ദാനം ചെയ്തെങ്കിലും കുരുമുളകിന് വിൽപ്പനക്കാർ കുറവായിരുന്നു. വിയറ്റ്നാമിലെ ലഭ്യത കുറവ് കണക്കിലെടുത്താൽ ഇതര ഉൽപാദന രാജ്യങ്ങൾ നിരക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റ് വരവ് കുറഞ്ഞിട്ടും നിരക്ക് ഉയർത്താൻ ടയർ വ്യവസായികൾ തയ്യാറായില്ല. മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് 19,000 രൂപയിലും 5ാം ഗ്രേഡ് 18,700 രൂപയിലും വിപണനം നടന്നു. ഒരാഴ്ച നീണ്ട പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ചൈനയിൽ ഇന്ന് ഇടപാടുകൾ പുനരാരംഭിച്ചെങ്കിലും തിരക്കിട്ടുള്ള റബ്ബർ സംഭരണത്തിന് ടയർ നിർമ്മാതാക്കൾ മുന്നോട്ട് വന്നില്ല. അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന ആശങ്കയാണ് വ്യവസായികളെ പിന്നോക്കം വലിക്കുന്നത്. അതേസമയം 3 ദിവസങ്ങളിലെ വില ഇടിവിന് ശേഷം തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 20,800 രൂപയായി ഉയർന്നു. പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ ഏലക്ക ഉൽപാദനം മുന്നിലുള്ള മാസങ്ങളിൽ സ്തംഭിക്കുമെന്ന് വ്യക്തമായിട്ടും അന്തർ സംസ്ഥാന വാങ്ങലുകാരും കയറ്റുമതി സമൂഹവും ഏലക്കയെ ഒരു നിശ്ചിത തലത്തിൽ പിടിച്ചു നിർത്തി ചരക്ക് സംഭരിക്കുന്ന നയത്തിലാണ്. ഫെബ്രുവരിയിൽ ഇതിനകം ഏകദേശം 10 ലേലങ്ങൾ ഒരിക്കൽ പോലും ശരാശരി ഇനങ്ങൾക്ക് കിലോ 3,000-ന് മുകളിൽ ഇടം പിടിക്കാനായില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,975 രൂപയിലും മികച്ച ഇനങ്ങൾ 3,154 രൂപയിലുമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ കൊപ്ര 15,100-ലും കാങ്കയത്ത് 14,900 രൂപയിലുമാണ്. മാസാരംഭ വിൽപ്പന ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് താങ്ങ് പകരുന്നുണ്ട്. വിളവെടുപ്പ് നടക്കുന്നതിനാൽ പച്ചതേങ്ങ ലഭ്യത ഉയർന്നെങ്കിലും കൊപ്രയാട്ട് വ്യവസായ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡിനനുസൃതമായി വരവ് ഇനിയും ശക്തി ആർജിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന സമ്മേളനം ഈ മാസം 24 മുതൽ 27 വരെ ബംഗളൂരുവിൽ നടക്കും. ആഗോള സുഗന്ധവ്യഞ്ജന വ്യവസായത്തിന്റെ സുസ്ഥിര ഭാവി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സുഗന്ധവ്യഞ്ജന സമ്മേളനമായ ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2025 ബംഗളൂരുവിൽ നടക്കും. ഈ മാസം 24 മുതൽ 27 വരെ ലീലാഭാരതീയ സിറ്റിയിലാണ് സമ്മേളനം. ഭക്ഷ്യസുരക്ഷ സംബന്ധമായ ആശങ്കകൾ മുതൽ അടിസ്ഥാനരഹിതമായ വിവരങ്ങൾ വരെയുള്ള വെല്ലുവിളികൾ ആഗോള സുഗന്ധവ്യഞ്ജന വ്യവസായം നേരിടുന്നുണ്ട്. അതിനാൽ സുതാര്യമായ പ്രതിരോധവും സുസ്ഥിരമായ ഭാവിയും ഉറപ്പാക്കുന്ന ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും. വിതരണ ശൃംഖലയിലുടനീളം വിശ്വാസവും ഉത്തരവാദിത്വവും വളർത്തുന്നതിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ പ്രതീക്ഷകളുമായി പങ്കാളികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തി വിളവ് വർദ്ധിപ്പിക്കുന്നതിനും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനുമുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാൻ കേന്ദ്ര നീക്കം. ബജറ്റിൽ ഇതിനായി 500 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 5 വർഷത്തെ പരുത്തി ഉൽപാദനക്ഷമതയ്ക്കുള്ള ദൗത്യത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരിശോധിക്കും. വിളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, പിങ്ക് ബോൾവോം പോലുള്ള കീടങ്ങളെ പ്രതിരോധിക്കുന്ന പുതിയ വിത്തുകൾ വികസിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയാണ് പരുത്തി ദൗത്യത്തിന്റെ ലക്ഷ്യം. നിലവിൽ വിതരണ വിടവ് 25 ലക്ഷം ബെയിലുകളായി കണക്കാക്കപ്പെടുന്നു. ആരോഗ്യകരമായ ഡിമാൻഡ് സപ്ലൈ ലഭിക്കുന്നതിന് 40 മുതൽ 50 ലക്ഷം ബെയിലുകൾ ഉണ്ടായിരിക്കണം. 3 വർഷത്തിനുള്ളിൽ ഇന്ത്യ 360 ലക്ഷം ബെയിലുകൾ ഉൽപ്പാദിപ്പിക്കണം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 400 ലക്ഷം ബെയിലുകൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് ICAR CICR ഡയറക്ടർ YG പ്രസാദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ ഉയർന്ന നിലവാരം പുലർത്തണമെന്ന സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ആഗോള വിപണിയിൽ മത്സരം കടുക്കുന്ന സാഹചര്യത്തിലാണിത്. ആഗോള മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ ഉയർന്ന ഗുണനിലവാരം നിലനിർത്തണമെന്ന സീ ഫുഡ് എക്സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ KN രാഘവൻ പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ മൂല്യമുള്ളതാണ്. കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ച ചെമ്മീൻ വിഘടനത്തിന്റെ സെൻസറി അനാലിസിസിനെക്കുറിച്ചുള്ള ദ്വിദിന പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉയർന്ന ഗുണനിലവാര മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിനും വിപണനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് സമുദ്രോൽപ്പന്ന സംസ്കരണ വ്യവസായ പ്രൊഫഷണലുകളെ സജ്ജമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
തവിടിന്റെ കയറ്റുമതി വിലക്ക് നീട്ടി കേന്ദ്രം. കാലിത്തീറ്റയുടെ ആഭ്യന്തര വിലക്കയറ്റം തടയുകയാണ് ലക്ഷ്യം. എണ്ണ വേർതിരിച്ചു കഴിഞ്ഞ തവിടിന്റെ കയറ്റുമതി വിലക്ക് കേന്ദ്രം 8 മാസത്തേക്ക് കൂടി നീട്ടി. ഈ മാസം അവസാനിച്ച വിലക്കാണ് സെപ്റ്റംബർ 30 വരെ നീട്ടിയത്. കന്നുകാലികളുടെയും കോഴികൾക്കടക്കമുള്ള കാലിത്തീറ്റയുണ്ടാക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കാലിത്തീറ്റയുടെ ആഭ്യന്തര വിലക്കയറ്റം തടയാനാണ് തീരുമാനമെന്നാണ് വിലയിരുത്തൽ. 2023 ജൂലൈയിലാണ് തവിട് കയറ്റുമതി കേന്ദ്രം ആദ്യമായി നിരോധിച്ചത്. പിന്നീട് കാലാകാലങ്ങളിൽ ഇത് നീട്ടുകയായിരുന്നു. രാജ്യത്ത് പാൽ വില വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കാലിത്തീറ്റയുടെ വിലക്കയറ്റമാണ്. കൂടാതെ കയറ്റുമതി നിരോധിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ പാൽ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും അതുവഴി വില നിയന്ത്രിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. കണക്കുകൾ പ്രകാരം കന്നുകാലി തീറ്റയ്ക്കായി 25% തവിട് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരിമിതമായ അളവിൽ സ്പെഷ്യാലിറ്റി പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ പരിഗണനയിൽ. നിലവിൽ ഭക്ഷ്യ മന്ത്രാലയം നൽകുന്ന പെർമിറ്റ് സംവിധാനത്തിലൂടെയാണ് പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നത്. പ്രതിവർഷം 15,000 ടൺ സ്പെഷ്യാലിറ്റി പഞ്ചസാര കയറ്റുമതിയാണ് സർക്കാർ പരിഗണിക്കുന്നത്. നിലവിൽ ഭക്ഷ്യമന്ത്രാലയം നൽകുന്ന പെർമിറ്റ് സംവിധാനത്തിലൂടെയാണ് പഞ്ചസാര കയറ്റുമതി അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ സ്പെഷ്യാലിറ്റി പഞ്ചസാരയ്ക്ക് പ്രത്യേക വേർതിരിവ് ഏർപ്പെടുത്തിയിട്ടില്ല. ജൈവ പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് മതിയായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബ്രൗൺ ഷുഗർ, ഐസിംഗ് ഷുഗർ, ഡെമറാറ സ്റ്റൈൽ ഗോൾഡൻ സിറപ്പ് തുടങ്ങിയവയാണ് പ്രധാന സ്പെഷ്യാലിറ്റി പഞ്ചസാരകൾ. അടുത്തിടെ പഞ്ചസാര മില്ലുകാർക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കാൻ 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര കയറ്റുമതി ചെയ്യാൻ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 191, RSS 5 187, ലാറ്റക്സ് 137, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 67,800, കുരുമുളക് അൺഗാർബിൾ 65,800, ഏലക്ക 2,850 മുതൽ 2,950 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,200, ചുക്ക് 32,500.